Welcome to Flavors of India. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോറസ്റ്റ് റേഞ്ച് നോക്കും. ഇത് നെയ്യാർ ഫോറസ്റ്റ് റേഞ്ച് ഏരിയയാണ്. അതിമനോഹരമായ ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ നെയ്യാർ ഡാം സൈറ്റാണ്. എൻ്റെ ബോട്ടിൽ എന്നോടൊപ്പം കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടനുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മളോടൊപ്പം ഗസ്റ്റ് ഹൗസിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാനായിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ മാത്രമേ ഉള്ളൂ രാത്രി ഗസ്റ്റ് ഹൗസിൽ. അപ്പോൾ നമ്മൾക്കുള്ള ഭക്ഷണം പാകം ചെയ്തു തരാനും നമ്മൾക്കൊരു സഹായമായിട്ട് ആ രണ്ട് ഗൈഡ്സ് ആയിട്ടുള്ളവർ വരാണ്. നമുക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈവനിങ് സമയം ആയിക്കഴിഞ്ഞു. അപ്പോൾ ആനയെല്ലാം ഉള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആന വരാം, കാട്ടുപോത്തിന് എന്ത് സംഭവിക്കും. അപ്പോൾ മീൻമുട്ടിയിലേക്കുള്ള യാത്രയാണ്. അത് കഴിഞ്ഞ് വളരെ അടുത്താണ് നമ്മുടെ താമസ സ്ഥലവും. അപ്പോൾ എന്തായാലും നമുക്ക് സഹായത്തിന് ആൾ വേണം. അത് അവർ നമ്മുടെ ഓടൊപ്പം ഉണ്ട് വാഹനത്തിൽ, ഈ ഒരു ബോട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. എത്ര ഡിസ്റ്റൻസ് നടക്കണം? 4.5 കിലോമീറ്റർ നടക്കണം. മീൻമുട്ടിയിൽ വെള്ളം കുറവാണെന്ന് പറയുന്നു. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എല്ലാവരും ചൂണ്ടയിടൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ടൈമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആവശ്യത്തിനുള്ള മീൻ അവർ ഇവിടുന്ന് തന്നെ പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണി ട്രൈബ് സെറ്റിൽമെൻറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഈ പരിസരത്തും ഇതിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം താമസിക്കുന്ന ആൾക്കാർ. അവരിങ്ങനെ ചെറിയ ചെറിയ ചങ്ങാടം ഉണ്ടാക്കി അതിലിങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. അവർക്ക് പേടിയൊന്നുമില്ല കാടിൻ്റെ. അവർക്ക് നല്ല ഫെമിലിയർ ഗ്രൗണ്ട്സാണ്. അവരതിനകത്തല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഇത് വനപ്രദേശമാണെങ്കിലും നെയ്യാർ വനമേഖലയിൽ തന്നെ ചില ഏരിയാസ്, വനത്തിൻ്റെ ഉള്ളിൽ തന്നെ ചില ഭാഗങ്ങൾ ഗവൺമെൻറ് ഇങ്ങനെ ഇവിടുത്തെ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ആയിട്ട് അവർക്ക് പതിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് അവിടെ കൃഷി ചെയ്യാനും അവർക്ക് വീട് വെച്ച് താമസിക്കാനും. അപ്പോൾ അതനുസരിച്ച് അവർ കാട് ചുറ്റും കാടായിരിക്കും. അവരുടെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയിൽ കുറേ കൃഷി വിഭവങ്ങളും കൃഷി കാര്യങ്ങളൊക്കെ അവർ മീൻ പിടിക്കാൻ വരുന്നു. അവർക്ക് അവരുടേതായ സഞ്ചാര മാർഗങ്ങളുണ്ട്. അങ്ങനെയെല്ലാമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരുപാട് മരങ്ങളൊക്കെ നല്ല ഭയങ്കര തിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഫീൽ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഒരു മൃഗം നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നൊരവസ്ഥയല്ല. അത്രയ്ക്ക് തിക്ക് ഫോറസ്റ്റാണ് ഈ ഭാഗമെല്ലാം. തിങ്ങി വളർന്ന് നിൽക്കുകയാണ് മരങ്ങളെല്ലാം. പക്ഷേ ആ പച്ചപ്പ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും സമ്മറായിട്ട് പോലും നോക്കും. അവിടുത്തെ ആ ഗ്രാസ് ലാൻഡൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേനൽ മഴയൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ രാത്രി വലിയ ചൂടൊന്നും ഉണ്ടാകില്ല. നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കാര്യം നമ്മൾ ഈ വനത്തിൻ്റെ ഉള്ളിലല്ലേ താമസിക്കാൻ പോകുന്നത്. ഞാൻ ഷൂസ് ഇടാത്ത പോലെ മണ്ടത്തിന് നല്ല പണി കിട്ടി. ഒരു ട്രക്കിങ്ങിന് വന്നതാണ്. പക്ഷേ ഞാൻ ഷൂസ് എടുക്കാൻ മറന്നുപോയി. സാധാരണ ചെരുപ്പിട്ട് പോലെ ഈ ചെറിയ ഹീൽസൊക്കെ ഇട്ടിട്ടാണ്. അയ്യോ, എനിക്ക് ആലോചിച്ചിട്ട് പോയി. ഞാൻ മറന്നുപോയി എൻ്റെ ഷൂസ് കൊണ്ട്. ഇപ്പോഴത്തെ ഒരു ആംബിയൻസ് നോക്കും. എൻ്റെ ചുറ്റും കാണുന്നുണ്ടായിരുന്നു നല്ലൊരു മഴക്കാറും മലനിരകളും ഒക്കെ ആയിട്ട് ഈ ഒരു വനാന്തരീക്ഷം നെയ്യാറിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ഒരു സൈറ്റാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതൊരു നല്ല പിക്ചറസ് ഒരു ഫോട്ടോഗ്രാഫ് ആക്കി വയ്ക്കാൻ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സീനിക് ബ്യൂട്ടിയുള്ള സ്ഥലമായി മാറിയിട്ടുണ്ട്. അതല്ലേ ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി വന്ന മാതിരി. അതിപ്പോൾ നല്ലൊരു മഴ, അതായത് ഈ മലയുടെ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു സമയമാണെന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ മഴയുണ്ട്, അതിൻ്റെ സൂചനകളാണ് ഈ കാണുന്നത്. ഇവിടെ 3 ആറുകൾ വന്ന് സംഗമിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതായത് നെയ്യാറ്, മുല്ലയാറ്, വള്ളിയാർ, ഇങ്ങനെ 3 ആറുകൾ. അങ്ങനെ ഒരു പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേതാണ്? ഇതാണോ ഈ പോയിന്റാണോ? ഈ പർട്ടിക്കുലർ പോയിന്റിലാണ് 3 ആറുകൾ വന്ന് സംഗമിക്കുന്നത്. അവർക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ മഴ ഉറച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ശക്തമായി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നനഞ്ഞു തുടങ്ങും.
എന്തൊരു ഭംഗി. അപ്പോൾ ഇപ്പോൾ ശരിക്കും കുറുക്കൻ്റെ കല്യാണ സമയമാണെന്ന് തോന്നുന്നു. കാരണം ചെറിയ വെയിലുമുണ്ട് മഴയുമുണ്ട്. മഴയും വെയിലും വരുമ്പോഴാണ് കുറുക്കൻ്റെ കല്യാണം. പണ്ടൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തമാശ പോലെ പറയാറില്ലേ അതേ പഴഞ്ചൊല്ലുക. അപ്പോൾ നല്ല കാട്ടിനകത്തൂടെയാണ് ട്രക്കിംഗ് അല്ലേ, നോട്ട് ബാഡ്. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ സഞ്ചരിച്ച് നമ്മുടെ ബോട്ട് റൈഡ് തീരാറായി. ഏകദേശം നമ്മളുടെ ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുകയാണ്. അപ്പോൾ നല്ല ഒരു വനത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്, ഡീപ്പ് ഫോറസ്റ്റ് ഏരിയയിൽ. ഇനി ഈ വനഭൂമിയിലൂടെ നമ്മൾ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് 5 കിലോമീറ്റർ നടന്ന് പോകുകയാണ്. കണ്ടില്ലേ ഇവിടെ എല്ലാം വെള്ളം, അതായത് മഴക്കാലം കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിൽ തന്നെ ഈ റിസർവോയറിൽ വെള്ളം ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ മഴ ഇല്ലാത്തത് കൊണ്ട്, ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ മുറിച്ചത് മാതിരി ചുറ്റും കാണാമല്ലോ, അതെല്ലാം ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന പ്രദേശമായി മാറും. ഇതെല്ലാം റിസർവോയറിൻ്റെ ഭാഗം തന്നെയാണ്, പൊങ്ങി കിടക്കേണ്ട ഭാഗമാണ്, വെള്ളം കൊണ്ട് നിറയേണ്ട പ്രദേശമാണ് ഇതെല്ലാം. അപ്പോൾ ശരിക്കും ഒരു ഡീപ്പ് ഫോറസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ കയറി നടക്കാൻ വന്നു വീണ്ടും നനച്ചു നോക്കും. ഇതിൻ്റെ ഉള്ളിലൂടെ അയ്യോ സ്റ്റെപ്പ് മാതിരി ഇങ്ങനെ ഇതെല്ലാം വെള്ളം ഉണ്ടായിരുന്ന പ്രദേശം. അപ്പോൾ വെള്ളം താഴേക്ക് താഴ്ന്ന് വരുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ ഡിസൈൻ പോലെ ഇങ്ങനെ സ്റ്റെപ്സ് മാതിരി ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി മഴ വരട്ടെ, അത് കഴിയുമ്പോൾ നിറച്ച് വെള്ളം വരും. അതിൻ്റെ ആ ഒരു തിട്ടയുടെ ഏറ്റവും മേൽഭാഗം വരെ നിറച്ച് വെള്ളം ഉണ്ടാകും. നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഉത്തരം കയം എന്ന് പറയുന്ന സ്ഥലം, ഉത്തരം കയം. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ നടന്ന് നമ്മളുടെ വാട്ടർഫോൾസ് ഏരിയ മീൻമുട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ മീൻമുട്ടി രണ്ട് മീൻമുട്ടിയുണ്ട്. ശരിക്കും ഇത് നെയ്യാർ ഭാഗത്തുള്ള മീൻമുട്ടിയാണ്. അല്ലാണ്ട് വിതുര ഭാഗത്ത്, അതായത് നമ്മളുടെ പൊന്മുടിയിലേക്കുള്ള റൂട്ടിലും ഒരു മീൻമുട്ടിയുണ്ട്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. അത് നമ്മൾ പണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഒരു യാത്രയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വേറെ, ഇത് നെയ്യാർ ഭാഗത്തുള്ള മീൻമുട്ടി. നമ്മളിനി ഇവിടെ ഇറങ്ങുന്നു, ഇനിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ബോട്ട് ലാൻഡ് ചെയ്ത് എനിക്കറിയാൻ മതി. നമ്മൾ ശരിക്കുമുള്ളൊരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒറ്റ മനുഷ്യരില്ല, മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ ബോട്ടായിട്ട്. പക്ഷേ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ. ലോങ് ജേർണി, 1 hour ബ്യൂട്ടിഫുൾ, മനോഹരമായ, എൻജോയബിൾ ആയിട്ടുള്ള ഒരു സന്തോഷകരമായൊരു യാത്രയ്ക്ക് ശേഷം ഞാൻ കരയടുത്തിരിക്കുകയാണ്. കരയെന്ന് പറഞ്ഞാൽ എന്താ ഇത്, ചുറ്റോട് നോക്കൂ. നല്ല ഒന്നാം തരം വനം, ഫോറസ്റ്റ്. ഇപ്പോൾ മഴ കുറച്ചായിട്ട് കാര്യമായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴത്തുള്ളികളിങ്ങനെ വെള്ളത്തിൽ വീണ് വെള്ളം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നൊരു കാഴ്ചയുണ്ടോ, അത് അതിമനോഹരമായൊരു കാഴ്ചയാണ്. തുള്ളിയായിട്ട് മഴത്തുള്ളികൾ വീഴുന്ന കാഴ്ച. ശരിക്കും നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരിക്കും. മഴയത്ത് നനഞ്ഞുകൊണ്ട് വേണം ട്രക്ക് ചെയ്യാൻ. എന്തായാലും 2 കുട എടുത്തിരുന്നു, ഒന്ന് ക്യാമറയ്ക്കും ഒന്ന് എനിക്കുമാണ് കുട. ശരിക്കും വെയിലിനെ പ്രതിരോധിക്കാൻ എടുത്ത കുടയാണ്. പക്ഷേ ഇപ്പോൾ എന്ത് ഗുണമുണ്ടായി, മഴ വന്നു, മഴയെ പ്രതിരോധിക്കാനായി ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരായിട്ട് ഇനി ആരാ ഉള്ളത്? വനത്തിലെ മൃഗങ്ങൾ തന്നെയാണ് സപ്പോർട്ടേഴ്സ്. അവരറിയുന്ന പോലും ഇല്ല ഞാനിവിടെ വന്നത്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. നിറച്ച് കാടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാടിൻ്റെ രോദനമെന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ മധുരതരമായ ശബ്ദം എന്ന് പറയാം. പിന്നെ കിളികൾ, സ്ക്വിറൽസ്, ചെറു പ്രാണികൾ, ചെറു ജീവികൾ, അവരുടെയൊക്കെ ഒച്ചയാണ് ഇവിടെ കേൾക്കുന്നത്. കുറച്ച് നേരം നമ്മൾ സൈലൻ്റ് ആയിട്ട് നിന്നാൽ കാടിനൊരു സംഗീതമുണ്ട്, അത് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് പോകാനൊന്നും പറ്റില്ല. നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് നടന്ന് 5 കിലോമീറ്റർ കാട്ടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ പോകണം. ആനയെല്ലാം ധാരാളമുള്ള റൂട്ടിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. കാണുമോ കാണില്ലെന്നൊന്നും ഒരു വാക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ഏരിയയിൽ വന്നിട്ടുണ്ട്, നല്ല പച്ചപ്പുള്ള ഈ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ എനിക്ക് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അച്ചൻകോവിൽ ആ പരിസരത്ത് നമ്മളൊരു വനത്തിലൂടെ യാത്ര ചെയ്തിരുന്നു. പിന്നെ തേക്കടി ഭാഗത്ത് ഒരു വനത്തിലൂടെ യാത്ര, അങ്ങനെ കുറേ വനയാത്രകൾ ഫോറസ്റ്റ് ഏരിയയിലൂടെ ഞാൻ യാത്ര ചെയ്തതെല്ലാം എനിക്ക് ഓർമ്മ വരാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗാണ്. വീണ്ടും ഞാനൊരു വനത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നു. സോ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് വനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാടിനെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. ഒരുപക്ഷെ നാടിനെക്കാട്ടിലേറെ ആയിട്ട് എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കാട്ടിനകത്ത് ജീവിച്ചേതെങ്കിലൊരു ജീവിയായിരിക്കണം. അതാണ് ഇവിടെ വരുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, കാട് കാണുമ്പോൾ നമുക്കൊരു
ഒരു വൺനെസ് തോന്നുന്നു. അതായത് നമുക്ക് എന്തോ ഒരു പഴയ ഒരു പണ്ടൊരു പൂർവ്വജന്മ ഒരു ബന്ധം പോലെയാണ്. ഒരു പക്ഷേ ഇതിനകത്ത് ജീവിച്ച ഏതെങ്കിലും ഒരു അനിമൽ ആയിരുന്നിരിക്കാം, ഏതാണെന്ന് പോലും പറയാൻ പറ്റില്ല. എന്നാലും കാടുമായിട്ടൊരു നല്ലൊരു ബന്ധമുണ്ട്. അങ്ങനെ കാട്ടിൻ്റെ സൈഡിലൂടെ ആദ്യം കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്ന് കുറച്ച്, പിന്നെ അതിൻ്റെ സൈഡിൽ താഴേക്ക് ഇറങ്ങി. ഇതിപ്പോൾ ശരിക്കും ഡാം സൈറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലെ മനം, കുറച്ച് ഭാഗത്ത് വെള്ളമുള്ള ഭാഗമുണ്ട്. ഇതെല്ലാം വെള്ളത്തിനടിയിലായിരുന്ന ഭാഗമാണ്. ഇപ്പം മണലിങ്ങനെ പൊങ്ങി കിടക്കാണ്, വെള്ളമില്ലല്ലോ. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ ഈ മണലെല്ലാം തന്നെ ഒലിച്ച് താഴേക്ക് പോകും. ബാക്കി വെള്ളവുമായിട്ട് വെച്ച് ഇവിടെ എല്ലാം ഭയങ്കര റിസർവോയറിൻ്റെ ഭാഗമായിട്ട് മാറും. കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നത്, സെറ്റിൽമെൻറ്റിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നത്. എന്തൊക്കെയോ ഉണ്ട്, ചാക്ക് നിറച്ച സാധനം. എനിക്ക് സംശയം അത് മുഴുവൻ മീനാണോ? ചേട്ടാ ഇതെന്താണ് ഈ ചാക്കിലല്ല? വാങ്ങിച്ചോണ്ട് പോണതാണോ? പിന്നെ ചൂണ്ടയ്ക്ക് വന്നത് തന്നെ അല്ലേ? അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾ ആഹാരമൊക്കെ കഴിക്കും ഇവിടെ ഇരുന്ന്? ചൂണ്ടയിട്ട് മീൻ പിടിച്ച് മീനും ഉണ്ടാക്കി മീൻ ഫ്രൈ ചെയ്യും, എന്ത് ചെയ്യും? ചുട്ടെടുക്കോ? കറി വയ്ക്കുക, എന്നിട്ട് ചോറും കറിയൊക്കെ വെച്ച് എന്നിട്ട് ഇവിടെ കിടന്നു വെറുതെ രസം ആണോ? അങ്ങനെയാണ് അവരൊരു പിക്നിക്ക് പോലെ വരുന്നത്. കുട്ടികൾക്കും കൊണ്ട് കൊടുക്കും മീൻ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് ഇട്ടിട്ടൊക്കെ പോകും. സെറ്റിൽമെന്റിന്റെ അടുത്താണ്. നിങ്ങളൊരു പിക്നിക്ക് വരുന്ന പോലെ വരുവാണ് അല്ലേ? ടൂർ അവരുടെ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് സെറ്റിൽമെന്റിൽ നിന്ന് വന്നിട്ട് എല്ലാ സാധനവും കൊണ്ടുവന്ന് കേട്ടെ, ചോറും കറിയൊക്കെ വയ്ക്കാനുള്ള കാര്യങ്ങൾ അല്ലേ? മീൻ കൊടുക്കാൻ ഇത് ചൂണ്ടയിടാനുള്ള സാധനം, പൊരിപ്പ്. ഓക്കെ, പൊരിപ്പൊക്കെ ആയിട്ട് വന്നിരിക്കും. ശരിയാണ്. ഓക്കെ, കാട്ടിനടുത്ത് ഒരു പിക്നിക്ക്. ഒന്ന് ആലോചിച്ചു നോക്കുക, അവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോകുന്നു, അവിടെ മീൻ പിടിച്ച് അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഇവിടെ കിടക്കാൻ പോകുന്നു. ഈ കാട്ടിൻ്റെ ഈ ഡാമിൻ്റെ പരിസരത്തല്ല, വെള്ളത്തിൻ്റെ സൈഡിൽ. നാളെ വീട്ടിൽ പോകുന്നുള്ളൂ. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ ചെറിയ ഫെലോഷിപ്പ് പോലെയാണ് കാര്യങ്ങൾ. കഴിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, കുടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓരോരോ കൂട്ടമായിട്ട് ഇരുന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. എൻജോയ്മെൻറ്റ്. വനത്തിൻ്റെ വന്യമായ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ കണ്ടില്ലേ? എത്ര വ്യത്യസ്തമായ ഒരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലതരം വർണ്ണങ്ങളാണ്. റെഡിഷ് ടിൻ്റോട് കൂടി ഇങ്ങനെ ധാരാളം മിനറൽസും ഒരുപാട് കാര്യങ്ങൾ. ഭയങ്കരമായിട്ടൊരു ഫെർട്ടൈലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒട്ടും തന്നെ പൊല്യൂട്ടഡ് അല്ലല്ലോ. അപ്പം നാച്ചുറൽ സറൗണ്ടിങ്സിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. ഇതെല്ലാം ഡാം സൈറ്റ് ആൻഡ് ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് മിക്സ് ചെയ്ത് കിടക്കണം. അതിമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണിത്. പ്രകൃതി ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇവിടെ വല്ലതെ ആറിങ്ങനെ ഊച്ചായിട്ട് ഒഴുകിക്കൊണ്ട്, ഇതാണ് വളരെ പ്രധാനപ്പെട്ട സോഴ്സാണ്. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെയ്യാറിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇതെല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കാഴ്ചയായിരിക്കും. ഒരു പക്ഷേ 2 മാസം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് നടക്കാൻ പോലും പറ്റില്ല. ഇത് ഇത്രയും പൊക്കത്തിന് വെള്ളമായിരിക്കും. അത് ജസ്റ്റ് ഇമാജിൻ. അതാണ് ഇപ്പോഴത്തെ ആവശ്യം നമുക്ക്. അങ്ങനെ ജലപ്പരപ്പിലൂടെയും ജലത്തിൻ്റെ സൈഡിലൂടെയും പല വർണ്ണങ്ങളിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ കണ്ട്, മണൽത്തിട്ടയിലൂടെയും ഒക്കെ ഈ വനഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്കൊരു വലിയ ഭാഗ്യമാണ്. ഇതൊരു സമ്മർ ടൈമിൽ വന്നാൽ നമുക്ക് പലതരം ഒരു ലാൻഡ്സ്കേപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെറുതെ വെള്ളവും അല്ലെങ്കിൽ ആറും പിന്നെന്താ പറയുക വനവും മാത്രമല്ല, അതിൻ്റെ ഡിഫറെൻറ്റ് മൂഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഡിലൈറ്റ് ആയിരിക്കും ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ. വ്യത്യസ്തമായ വർണ്ണങ്ങൾ വാരി വിതറിയിരിക്കുകയാണ് പ്രകൃതി. ഇവിടെ ഒരു പച്ചയാണെങ്കിൽ അവിടെ ഒരു ഓറഞ്ചിഷ് റെഡ് കളർ. പിന്നെ ഈ ഉണങ്ങി കിടക്കുന്ന കരിയിലകൾക്ക് പോലും കൊണ്ടൊരു സൗന്ദര്യം, പല വർണ്ണങ്ങൾ. അതോടൊപ്പം ഇങ്ങനെ കളകളാനാദം പോലെ ഒഴുകുന്ന നദിയുടെ ശബ്ദവും. അപ്പോൾ ഇങ്ങനെ ഇത് കല്ലാറും നെയ്യാറും കൂടി ചേർന്ന് ഒഴുകുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതെല്ലാം കൂടി ചെന്ന് നെയ്യാറിൻ്റെ പ്രധാന ഭാഗത്ത് വന്ന് എത്തുമ്പോൾ അവിടെ മുല്ലയാറും എല്ലാം വന്ന് ജോയിൻ ചെയ്തിട്ടാണ് ഒരു വലിയൊരു എന്താ പറയുക ജലസംഭരണിയായി മാറുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെറിയൊരു ആറ് ക്രോസ് ചെയ്യാം. ചെറിയൊരു ഊറ്റുപോലെ ഇങ്ങനെ ഒഴുകുന്ന ആ ഭാഗം.
നനയാണ്ട് അപ്പുറം എത്താൻ പറ്റില്ല, എന്തായാലും നനയാം. കാല് നനയാണ്ട് രക്ഷയില്ല. ഇവിടെ എല്ലാം എന്തേ നോക്കൂ, കാട്ടുപോത്തൊക്കെ വന്നതിൻ്റെ കുറച്ച് പാടുണ്ട്, അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ കാൽപാദം പതിഞ്ഞ പാടുമായി കഴിയും. ഇനി കാട്ടുപോത്ത് വരുമ്പോൾ വ്യത്യസ്തമായ ഒരു കാൽപ്പാട് കാണാൻ സാധിക്കും. അയ്യോ, ഷാർപ്പ് റോക്സ് ആണിത്. എൻ്റെ അമ്മേ, കാലി കുത്തി കയറുന്ന മാതിരി. നമ്മൾ ബോട്ട് ഇറങ്ങിയ സ്ഥലമായ ഉത്തരക്കയം എന്നുള്ള പ്രദേശത്തു കൂടി തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉത്തരക്കയം വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ക്യാമ്പ് ഷെഡുണ്ട്. അതായത് പാക്കേജിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഉത്തരക്കയം ക്യാമ്പിൽ വേണമെങ്കിലും താമസിക്കാം. ഒരു ട്രീ ഹൗസ് പോലെയാണത് കെട്ടിയിരിക്കുന്നത്. നോക്ക്, കിടങ്ങ് കെട്ടിയിട്ടിരിക്കുന്നതാണല്ലോ, ചുറ്റും കിടങ്ങുണ്ട്. നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. പടി കയറി മേളിൽ പോകണം, മരത്തിൻ്റെ മേളിൽ പോലെയാണ് ആ കോട്ടേജ്. ചുറ്റും കിടങ്ങാണ്. ഇത് ആനയെ പേടിച്ചിട്ടാണ് കണ്ടല്ലോ. അപ്പോൾ ഇത് ആനയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നതല്ല. ആന ശല്യമുള്ള പ്രദേശത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം വൈകുന്നേരം, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ വൈകി തുടങ്ങും. ആനയുടെ സഞ്ചാരം കൂടുതലായിരിക്കും. ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ആനയ്ക്ക് വന്നാൽ കടന്നു പോകാൻ പറ്റില്ല. കാര്യം ട്രെഞ്ചാണ്, നല്ല രീതിയിൽ കുഴിച്ചിട്ടുണ്ട്. ചുറ്റും ഒരു വലിയ കിടങ്ങാണ്. ഘോര വനത്തിലൂടെ ഞാൻ സഞ്ചരിച്ചു തുടങ്ങി. ശരിക്കും ഈ ഫോറസ്റ്റാണ്. ഭയങ്കര സൈലൻസ്. ഇപ്പോൾ കാടിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. എൻ്റെ ഓരോ കാൽപാദം ഇങ്ങനെ കരിയിലയിൽ ചവിട്ടി പോകുന്നതിൻ്റെ ഒരു ഒച്ച പോലും ഭയങ്കര ഒരു പ്രകമ്പനം പോലെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു സ്പൂക്കി ഫീലിംഗ് ആണ്. ആരുമില്ല, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്. അവരെല്ലാം ഫ്രണ്ടിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. മരമൊക്കെ മുറിഞ്ഞ് കിടക്കുന്നുണ്ട്. കാട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇതെല്ലാം, വഴി തടസ്സങ്ങൾ. പക്ഷെ ഇതൊക്കെ ഒരു കോമൺ സൈറ്റാണ്. ഈശ്വര, ഇവിടെ ആന, കടുവ, കരടി, കാട്ടുപോത്ത്, പാമ്പുകൾ പലതരം എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. സമയം കുറച്ച് സന്ധ്യയോട് അടുക്കുന്നു. കാടിൻ്റെ അകത്ത് നിശബ്ദത കൂടി വരുന്നു. കുറച്ച് ഇരുട്ടായി തുടങ്ങുന്നു. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ നടക്കുകയാണ്. ഇതൊരു വലിയ മരം എന്നോ മറിഞ്ഞ് വീണതാണ്, പിഴുത് വീണതാണ്. കണ്ടില്ലേ, പ്രായാധിക്യം കൊണ്ട് വാർദ്ധക്യം ബാധിച്ചൊരു മരമാണ്. ഇത് നടന്ന് ഇപ്പം ആനയുടെ കാൽപാദങ്ങൾ കാണുന്ന ഒരു പ്രദേശത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ആനയുടെ പ്രസൻസ് നല്ലോണം കാണുന്നുണ്ട്. അവൻ്റെ കാല് പതിഞ്ഞ സ്ഥലം. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ഇവിടെ വന്ന് ഒരു ബഹളം നടത്തിയിട്ട് പോയ ലക്ഷണമുണ്ട്. നല്ല കാടിൻ്റെ ചീവീടുകളാണോ എന്തൊക്കെയാണോ ശബ്ദം ഉണ്ടാക്കുന്നത്. വീണ്ടും കാട്ടിൻ്റെ ഉള്ളിലൂടെ ഷോർട്ട് കട്ട്സിലൂടെയൊക്കെ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും ഒരു 1.5 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല വനമാണ്, നിബിഡമായ വനം. 5 കിലോമീറ്റേഴ്സ്, നമ്മളിപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇനി നടന്നുകൊണ്ടേയിരിക്കാം.
നല്ല ഒരു വഴിമുടക്കിയായിട്ടൊരു മരം കിടക്കുന്നത്. ഇത് വളരെ പഴക്കം ചെറിയൊരു മരം മുറിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി തോന്നുന്നു. ഇത് സ്വന്തമായിട്ട് ദ്രവിച്ച് മാറിയാലേ ഉള്ളൂ. ഇത് ആരും വെട്ടി മാറ്റാനൊന്നും പോകുന്നില്ല. നമ്മൾ ഇതിനിടയിലൂടെ അപ്പുറത്തേക്ക് എത്തിപ്പെടണം. ഇപ്പോൾ കാട് ഏതാണ്ട് സൈലൻ്റ് ആയി കഴിഞ്ഞു, നിശബ്ദതയിലേക്ക് മാറിക്കഴിഞ്ഞു. സമയം ഒരു 6 മണിയോട് അടുക്കുന്നു, 5:36. ഇനി വളരെ പെട്ടെന്ന് തന്നെ രാത്രിയിലേക്ക് സന്ധ്യാസമയം. ഇനി സൺസെറ്റ് സമയമായിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടത്ത് രാത്രിയാണ് ഈ കാടിലൂടെ സഞ്ചരിക്കുക. ഇനിയുമുണ്ട് ഒരു 2.5-3 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ. സാഹസികമായി എൻ്റെ ദൈവമേ, നല്ലൊരു ട്രക്കിംഗ്, സൂപ്പർ ട്രക്കിംഗ് റൂട്ടാണ്. കുളിച്ചു ട്രക്കിങ്ങിന് താല്പര്യമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു റൂട്ടാണ്. ഡെഫിനറ്റ്ലി ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ട്രക്കിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുള്ളവരുണ്ടാകും, ഈവൻ ഫാമിലിയായിട്ട് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രക്കിംഗ് നടത്തുന്നത്, ഈ ഒരു ബ്യൂട്ടിഫുൾ റൂട്ട് കണ്ടെത്തുന്നത്. ശരിക്കും നല്ല വനം, തിക് ഫോറസ്റ്റ്.